السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع هديه. أما بعد فاتقوا الله عباد الله. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെയേറെ പ്രാധാന്യപൂർവം നിലനിർത്തുവാനും വളരെ ശ്രദ്ധയോടെ കാത്തു സൂക്ഷിക്കുവാനും അള്ളാഹു അവൻ്റെ വിശുദ്ധ ഖുർആനിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ധാരാളം തിരുവചനങ്ങളിലൂടെയും പഠിപ്പിച്ചിട്ടുള്ളൊരു വിഷയമാണ് കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത്. എത്രത്തോളം പ്രാധാന്യം അതിനുണ്ട് എന്നുള്ളത് പല സന്ദർഭങ്ങളിലൂടെയായി നമ്മൾ വിവരിച്ചതാണ്. കുടുംബബന്ധത്തെ ചേർക്കുന്നതിന് വലിയ മഹത്വമാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ വർണ്ണനാതീതമാണ്, വിവരണാതീതമാണ്. ധാരാളം മഹത്വങ്ങളാണ്, പുണ്യങ്ങളാണ് ആ വിഷയത്തിൽ പറയപ്പെട്ടിട്ടുള്ളത്. ഞാൻ അതിൻ്റെ ഓരോ ഭാഗങ്ങളും എടുത്ത് വിശദീകരിക്കുന്നില്ല, ചില സൂചനകൾ നൽകി മതിയാക്കുകയാണ്. ഒന്ന്, നമ്മുടെ ഈമാന്, അള്ളാഹുവിലും പരലോകത്തിലുമുള്ള വിശ്വാസം നമുക്കുണ്ടോ ഇല്ലേ എന്ന് തെളിയിക്കപ്പെടുന്ന ഒരു ഘട്ടമാണിത്. അതുള്ളവർ അത് നിർവഹിച്ചിരിക്കും എന്നാണ്. അപ്പം എത്രയാണ് അതിൻ്റെ ഗൗരവം? രണ്ടാമത്തെ വിഷയം, നമ്മുടെ ആയുസ്സിലും അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിലുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചൊരിയാൻ കുടുംബബന്ധം ചേർക്കുന്നത് നിമിത്തം കാരണമായി തീരും എന്നാണ്. അപ്പം കുടുംബബന്ധം മുറിച്ചാലോ അതിലൂടെയൊക്കെ നമുക്ക് നഷ്ടമാണ് ഉണ്ടാവുക. നമ്മുടെ റിസ്ക്കിൽ കമ്മി വരും. അതുപോലെ തന്നെ നമ്മുടെ ആയുസ്സിൽ ബർക്കത്തില്ലാതെയാകും, ആയുസ്സിൽ വർധനവുണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൻ്റെ ഇടക്ക് ആഫിയത്ത് ഉണ്ടാകുക, മനസ്സമാധാനം ഉണ്ടാവുക, അതുപോലെ തന്നെ മനക്ലേശങ്ങൾ ഇല്ലാതിരിക്കുക, മാനസികമായി എപ്പോഴും നല്ല ഉന്മേഷത്തോടുകൂടെ ജീവിക്കാൻ സാധിക്കുക, ഉള്ള റിസ്ക്കിൽ നമുക്ക് വലിയ കടബാധ്യതകളും പ്രയാസങ്ങളൊന്നുമില്ലാതെ ജീവിക്കുവാൻ സാധിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നേട്ടങ്ങൾ സഹോദരങ്ങളെ കുടുംബബന്ധങ്ങൾ ചേർക്കുന്നതിലൂടെയുണ്ട്. കുടുംബബന്ധങ്ങൾ മുറിച്ചു കളയുന്നവർക്ക് ഇതൊക്കെ നഷ്ടമാവുകയാണ് ചെയ്യുക. എത്രത്തോളം നമ്മൾ അതിൽ ഗുരുതരമായൊരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. മാമിൻ ദംബിൻ അജ്ദറു അൻ യുഅജ്ജില അല്ലാഹു തആല ലിസാഹിബിഹി അൽഉഖൂബത ഫിദ്ദുനിയാ മഅ മാ യദ്ഖിറു ലഹു ഫിൽ ആഖിറതി മിസ്ലുൽ ബഗ്യി വഖതിഅത്തിർ റഹ്മി. അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സഹീഹായ ഹദീസാണ്. മാമിൻ ദംബിൻ, ഏതൊരു കുറ്റമാവട്ടെ, ആ കുറ്റങ്ങളുടെ കൂട്ടത്തിൽ അജ്ദറു, ഏറ്റവും അർഹമായതാണ്, ഏറ്റവും അർഹമായ ചില പാപങ്ങളുണ്ട്. എന്തിന്? അൻ യുഅജ്ജില അല്ലാഹു തആല ലിസാഹിബിഹി അൽഉഖൂബത ഫിദ്ദുനിയാ, ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു അത്തരക്കാർക്ക് അതിൻ്റെ ശിക്ഷ കൊടുക്കുന്നതാണ്. ദുനിയാവിൽ വെച്ചു പോലും അള്ളാഹു അതിൻ്റെ ആളുകൾക്ക് ശിക്ഷ ധൃതി കൂട്ടി കൊടുക്കാതിരിക്കില്ല എന്നാണ്. ഏതോടൊപ്പം ചില റിപ്പോർട്ടിൽ പരലോകത്തിൽ അവന് ശിക്ഷ വേറെയും നീക്കിയിരിപ്പുണ്ടാകും. ഇവിടെ കിട്ടിയോണ്ട് അവിടുത്തെ ശിക്ഷ പോകൂല, അവിടെ ശിക്ഷ വേറെയുണ്ട്. തൗബ ചെയ്യാതെ ഒരാൾ മരണപ്പെട്ടിരിക്കുകയാണെങ്കിൽ കുടുംബബന്ധം മുറിച്ചു കളഞ്ഞ് തൗബ ചെയ്യാതെ ആ അഹങ്കാരത്തോടെ തന്നെ അവൻ തൗബക്കൊന്നും എനിക്ക് വേണ്ടതില്ല, ഞാൻ അങ്ങനെ തന്നെ മുന്നോട്ട് പോകൂ എന്ന ആ ഒരു നെകളിപ്പോടെ ജീവിച്ച് തൗബയൊന്നുമില്ലാതെ മരിച്ചുപോയവർക്ക് ശിക്ഷ അവിടെ വേറെയുണ്ട്. അതേ അവസരത്തിൽ അതവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഇവിടുന്ന് ശിക്ഷ കിട്ടിയാലോ എന്നുള്ളത് കൊണ്ട് അവിടുത്തത് ഇല്ലാതാവില്ല. അതാണ് ഈ ഹദീസ് പറയുന്നത്. ആഖിറത്തിൽ അവന് വേണ്ടി ഒരുക്കി നീക്കി വെക്കപ്പെട്ടിട്ടുള്ള ശിക്ഷയോടൊപ്പം ദുനിയാവിൽ തന്നെ പെട്ടെന്ന് മരിക്കണതിന് മുമ്പ് ശിക്ഷ കൊടുക്കുന്ന പാപങ്ങൾ ഏതൊക്കെയുണ്ട്? മിസലുൽ ബഗ്യി, ഒരാളോട് അനീതിയും അക്രമവും കാണിക്കുക, ളുൽമ്, അക്രമം. പിന്നെ പറഞ്ഞതാണ് വഖതിയത്തിർ റഹിമി, കുടുംബബന്ധം മുറിച്ചു കളയുക. കുടുംബബന്ധം മുറിച്ചു കളയുന്നവന് മരിക്കുന്നതിൻ്റെ മുമ്പ് ദുനിയാവിൽ വെച്ച് തന്നെയും അതിനുള്ള ഉഖൂബത്ത് അള്ളാഹു കൊടുക്കാതിരിക്കൂല എന്നാണ് പറയുന്നത്. ആഖിറത്തിൽ വേറെയുമുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഏതൊക്കെ വിധത്തിലാണ് ആ ഉഖൂബത്ത് വരികയെന്ന് നമുക്കറിയില്ല. മനസ്സമാധാനം നഷ്ടപ്പെടലായിരിക്കും, എപ്പോഴും ഹമ്മ്, മനക്ലേശം. കാരണം പലപ്പോഴും കാരണമാവുക എന്താണ്?
ചിലപ്പോൾ അസൂയയായിരിക്കും. തൻ്റെ അടുത്ത കുടുംബത്തോട് തന്നെ ആ വ്യക്തി എത്തിച്ചേർന്നിട്ടുള്ള കഴിവിലോ പദവിയിലോ സ്ഥാനത്തിലോ സമ്പന്നതയിലോ മറ്റു സൗകര്യങ്ങളിലോ ഒക്കെ ഒരു വേള അടുത്ത കുടുംബങ്ങളിൽപ്പെട്ടവർക്ക് തന്നെയും അസൂയ ഉണ്ടാകാം. അങ്ങനെ പല കാരണങ്ങൾ അതിനുണ്ട്, പല കാരണങ്ങളാലുണ്ട്. വിവരക്കേട് കൊണ്ടുണ്ടാകും. ഈ വിവരമുണ്ടെങ്കിൽ തന്നെയും എനിക്കെന്താ അവനേക്കാൾ കുറവ് അല്ലെങ്കിൽ അവളേക്കാൾ കുറവ് എന്ന് പറഞ്ഞ് അസൂയയും പകയും വിദ്വേഷവും അതുപോലെ തന്നെ കിബിറും അങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ കുടുംബ ബന്ധങ്ങൾ നിസ്സാരമായ കാരണങ്ങൾക്കൊക്കെ വേണ്ടിയൊക്കെ മുറിച്ചു കളയുന്ന ആളുകളുണ്ട്. ദുന്യാവിൽ തന്നെയും ശിക്ഷയുണ്ടാകുമെന്ന് വരുമ്പോൾ ആരാണ് പേടിക്കാതിരിക്കുക? പരലോകത്തുണ്ട് എന്നുള്ളത് കേട്ടാൽ തന്നെ വിശ്വാസികൾക്ക് പേടിയല്ലേ? അതേ അവസരത്തിൽ ദുന്യാവിൽ തന്നെയും കണ്ടോ, എന്താണ് ആ പ്രയോഗം? അല്ലാഹു തആല ലി സാഹിബിഹിനാണ്. അതിൻ്റെ ആൾക്ക് അള്ളാഹ് ധൃതി കൂട്ടി കൊടുക്കുന്നതാണ്. ദുന്യാവിൽ ശിക്ഷ കൊടുക്കും. അപ്പൊ നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, എത്ര പ്രാധാന്യമുള്ളതാണ് കുടുംബ ബന്ധത്തെ. അതങ്ങനെ ഏച്ചുകൂട്ടി വിളക്കി ചേർക്കുകയാണ് വേണ്ടത്. വിശുദ്ധ ഖുർആൻ അതല്ലേ പറഞ്ഞത്? സ്വർഗത്തിന്റെ ആളുകളെ കുറിച്ച് പറഞ്ഞത് എന്താണ്? അവർ അള്ളാഹു ചേർക്കാൻ കൽപ്പിച്ചവയെ ചേർക്കുന്നവരാണ് എന്നാണ്. അതേ അവസരത്തിൽ നരകാവകാശികളോ അള്ള ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ മുറിച്ചു കളയുന്നവരാണ് എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ നമ്മൾ എത്ര തവണ കേൾക്കുന്നവരാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഓരോരുത്തരും ചിന്തിക്കുക, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ആരാണ് ദവുൽ അർഹാമു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഏറ്റവും അടുത്ത നമ്മുടെ ബന്ധുക്കൾ, അവരോടൊക്കെയുള്ള ബന്ധങ്ങൾ അതൊക്കെ എപ്രകാരം നിലനിർത്തണം, ഏതൊക്കെ വിധത്തിൽ അതൊക്കെ നിലനിർത്തണം എന്നുള്ളതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരവസരത്തിൽ പറയാം. സുദീർഘമായി പോകേണ്ട എന്ന് കരുതി ഞാൻ ചുരുക്കുകയാണ്. ഇപ്പം നമ്മൾ ഇത്രയും മനസ്സിലാക്കുക, ഈ ഒരു മേഖലയിൽ നമ്മൾ ഒരു വാശിയും ദുർവാശിയും നമ്മൾ കാണിക്കരുത് സഹോദരങ്ങളെ. എത്രയും പെട്ടെന്ന് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആരതിനെ നന്നാക്കുവാൻ വേണ്ടി നമ്മൾ അതിനു വേണ്ടി മുന്നിട്ടിറങ്ങി ബന്ധം മുറിച്ചവരോടും ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ആ മേഖലയിലൊക്കെ മുന്നോട്ട് പോകുമ്പോൾ വലിയ രൂപത്തിൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് സഹായമുണ്ടാകുമെന്നാണ്. എത്രത്തോളം ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ ഹദീസിന്റെ ഒരു ബാക്കിയായിട്ട് ചില റിപ്പോർട്ടിൽ ഇങ്ങനെയുണ്ട്. എന്താ ആദ്യം പറഞ്ഞ ഹദീസിൽ പറഞ്ഞതെന്താണ്? ഞാൻ നിങ്ങളെ കേൾപ്പിച്ചേടത്ത് ഏതൊരു കാര്യവും അത് ഏറ്റവും അർഹമായതാണ്. ആഖിറത്തിൽ ശിക്ഷയുള്ളതോടൊപ്പം ഇവിടുന്നും കൂടി ശിക്ഷ കിട്ടുമെന്ന് പറഞ്ഞില്ലേ? അതേപോലെ നബി തങ്ങൾ പറയാണ്, ഇന്ന അഅ്ജലത്താഅതി സവാബൻ, സൽക്കർമ്മങ്ങളിൽ പ്രതിഫലം ധൃതി കൂട്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന കാര്യമാണ്. ദുന്യാവിൽ വെച്ച് തന്നെ അതിൻ്റെ കൂലി നമുക്കിങ്ങനെ ദുന്യാവെന്നും അതിൻ്റെ പ്രതിഫലം നമുക്ക് അനുഭവിക്കാനാകുന്ന ഒരു കാര്യമാണെന്ത്? സിലത്തുർ റഹ്മ്, കുടുംബ ബന്ധം. അത് നമ്മുടെ ജീവിതത്തിൽ ഒന്നുമല്ല, നമുക്കൊരു വല്ലാത്തൊരു സമാധാനം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജോലിയിൽ, നമ്മുടെ സമ്പത്തിലൊക്കെ അള്ളാഹു ഐശ്വര്യവും ബർക്കത്തും വർദ്ധിപ്പിക്കും. ഇത് മറ്റൊരാളെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് വെറുതെ ഹസദും അസൂയയും കിബറും ഒക്കെ മനസ്സിൽ കൊണ്ടു നടന്നാൽ ആ വ്യക്തിയുടെ ഉറക്കം നഷ്ടപ്പെടും. അയാൾക്ക് ജീവിതത്തിൽ എപ്പോഴും ടെൻഷൻ ഉണ്ടാകും എന്നുള്ളതല്ലാതെ എന്താണ് അതുകൊണ്ടൊരു പ്രയോജനം? അള്ളാഹു ഒരാൾക്ക് നൽകിയ കാര്യങ്ങൾ നമ്മൾ അസൂയപ്പെട്ടത് കൊണ്ടോ നമ്മൾ കിബറ് കാണിച്ചത് കൊണ്ടോ ആ വ്യക്തിയിൽ നിന്ന് നീങ്ങിപ്പോകുമോ? അപ്പം നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നു, നമ്മൾ പ്രയാസപ്പെടേണ്ടി വരുന്നു. നമ്മുടെ ജീവിതം വല്ലാതെ മനക്ലേശം കൊണ്ട് പ്രയാസപ്പെട്ട് നമ്മളിങ്ങനെ ജീവിക്കേണ്ടി വരുന്നു എന്നുള്ളതല്ലാതെ വല്ലാത്തൊരു വിഷമകരമായൊരു സാഹചര്യമല്ലേ അതുമൂലമൊക്കെ ഉണ്ടായിത്തീരുന്നത്. അതേ അവസരത്തിൽ ആരോടും ആ നിലക്ക് പകയില്ല, വിദ്വേഷമില്ല, ബന്ധം മുറിക്കുന്നില്ല. കഴിയാവുന്നത്ര എല്ലാവരുമായിട്ടും എപ്പോഴും ബന്ധം ചേർക്കുന്നു. അത് ഫോണിലൂടെയാവാം, സന്ദർശനത്തിലൂടെയാവാം, കുശലാന്വേഷണങ്ങളിലൂടെയാവാം, സഹായിക്കേണ്ടിടത്ത് സഹായിച്ചുകൊണ്ടാവാം, കടബാധ്യതയുള്ളയിടത്ത് കടം തീർക്കാൻ തന്നാലാവുന്നത് ചെയ്തുകൊണ്ടാവാം, അവർക്ക് ഉണ്ടാകുന്ന നല്ല നല്ല കാര്യങ്ങളിൽ അവരെ അഭിനന്ദിച്ചുകൊണ്ടാവാം, അവരുടെ സന്തോഷഘട്ടങ്ങളിൽ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ടാവാം, അവരുടെ ദുഃഖത്തിൻ്റെ വേളയിൽ ആ ദുഃഖത്തിൽ നമ്മളും പങ്കുചേർന്നുകൊണ്ടാവാം, അവർ രോഗികളായാൽ സന്ദർശിച്ചുകൊണ്ടാവാം, അവരുടേതായ മറ്റു കാര്യങ്ങളിലൊക്കെ പങ്കെടുത്ത് നല്ല നല്ല സന്തോഷം അവരുടെ മനസ്സിൽ ഉണ്ടാകുന്ന വിധത്തിൽ കാര്യങ്ങൾ പങ്കുവെക്കുന്നതിലൂടെയാവാം. നിരവധി അനവധി മാർഗങ്ങൾ ഇന്നതിനൊക്കെയുണ്ടല്ലോ.
അതൊക്കെ നമ്മൾ നിലനിർത്തിയാൽ, ഇന്നൊക്കെ അതിന് ഏറെ സൗകര്യങ്ങളുള്ള ഒരു കാലത്തല്ലേ സഹോദരങ്ങളെ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇതും നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ. ബന്ധങ്ങൾ വിളക്കി ചേർക്കുക, ആ ബന്ധങ്ങളെ നിലനിർത്തുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. എല്ലാവരും നമ്മൾ ഉദ്ദേശിക്കുന്ന വിധത്തിലൊന്നും ആദർശത്തിലോ അല്ലെങ്കിൽ കൃത്യമായ ആ ഒരു പാതയിലോ ഒന്നും ആയിക്കൊള്ളണമെന്നില്ല. എന്നാലും മാനുഷികമായ ബന്ധങ്ങളും അതേപോലെ തന്നെ കുടുംബമാണ് എന്നുള്ള ആ ഒരു ബന്ധങ്ങളിലൊക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് സ്നേഹം പങ്കുവെച്ചുകൊണ്ടൊക്കെ മുന്നോട്ട് പോകാൻ ഇസ്ലാം കൽപ്പിച്ചത് തന്നെയാണല്ലോ. അതേ അവസരത്തിൽ അള്ളാഹുവിന് എതിരുള്ളൊരു കാര്യത്തിൽ, റബ്ബ് എതിർത്തിട്ടുള്ള ഒരു കാര്യത്തിൽ, റബ്ബ് നിഷിദ്ധമാക്കിയിട്ടുള്ളൊരു കാര്യത്തിൽ, റബ്ബിന് ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിൽ അവരെയൊക്കെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് എല്ലാത്തിലും കൂടിയാടിക്കൊടുത്ത് അവരുടെ കൂടെയൊക്കെ നിന്നു കൊടുക്കുന്ന ബന്ധം ചേർക്കലല്ല ഈ പറയുന്നത്. അവിടെ വിട്ടു നിൽക്കേണ്ടിടത്തും ഉപദേശിക്കേണ്ടിടത്തും കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കേണ്ടിടത്തുമൊക്കെ ഗുണകാംക്ഷയോടെ കാര്യങ്ങൾ പറയണം, വ്യക്തമാക്കണം, തിരുത്തി കൊടുക്കണം, ഉപദേശിക്കണം, അതൊക്കെ ചെയ്യണം. അതോടൊപ്പം ആ ബന്ധം എപ്പോഴും ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോവുകയും വേണം, കട്ട് ചെയ്ത് കളയരുത്. ഇത് നമ്മൾ മനസ്സിലാക്കുക. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും ആ അർത്ഥത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി റബ്ബിൻ്റെ അടുക്കൽ നിന്ന് രണ്ട് ലോകത്തും ബറക്കാത്തുകളും റഹ്മത്തുകളുമൊക്കെ നേടുവാൻ അവകാശികളാകുന്ന വിധത്തിൽ ആ സ്വഭാവത്തെ നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അപാകതകളും അബദ്ധങ്ങളും അള്ളാഹു പൊറുത്തു തരുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.